പ്രിയമുള്ളവരെ, വചനജ്വാല 1796 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ആഗസ്റ്റ് 1 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം ഇന്ന് പുതിയ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സമ്പൽ സമൃദ്ധിയുടെ ആഗസ്റ്റ് മാസം. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ കഴിഞ്ഞ ഒരു മാസക്കാലം എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിക്കാം. ഇന്നത്തെ വചനവായനയിൽ ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവേ, അങ്ങയുടെ നീതിപൂർവകമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറൂസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറൂസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എന്റെ ദൈവമേ, അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവേ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എന്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എന്റെ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ എന്റെ ദൈവത്തിന്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എന്റെയും ജനമായ ഇസ്രായേലിന്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് വന്ന് എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ശ്രവിച്ചുകൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിനെ അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്രവെക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക. ജെറൂസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ
7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടി ഉണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവം ഒരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അത് അവിടെ നിൽക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും വേദപാരംഗതനുമായ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. റിഡംബ്രൈസ്റ്റ് സഭയുടെ സ്ഥാപകനാണ് ലിഗോരി. മാതാപിതാക്കളുടെ ശാസനയ്ക്ക് വിധേയനായ അൽഫോൺസ് 16-ാം വയസ്സിൽ നിയമബിരുദമെടുത്ത് കേസുകൾ വാദിക്കാൻ തുടങ്ങി. 10 കൊല്ലത്തോളം കോടതിയിൽ ഒരു കേസ് പോലും തോൽക്കാതെ വാദിച്ച് ജയിച്ച് അവസാനം ഒരു വലിയ സംഖ്യയുടെ കേസിൽ ഒരു രേഖ കാണാതെ തോറ്റു. പിന്നീട് കോടതിയിൽ പോയിട്ടില്ല. സ്വഭവനത്തിൽ ഇരിക്കെ ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന് ആന്തരിക സ്വരത്തെ ശ്രവിച്ച് പിതാവിന്റെ ഇംഗിതത്തിനെതിരായി 30-ാം വയസ്സിൽ വൈദികനായി. പിതാവിന്റെ അനിഷ്ടത്തോടെ വൈദികനായതിൽ രോഷത്തോടെ ആയിരുന്ന പിതാവ് അപ്രതീക്ഷിതമായ ഫാദർ അൽഫോൺസിന്റെ പ്രസംഗം കേൾക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. 35-ാം വയസ്സിൽ രക്ഷകന്റെ സഭ സ്ഥാപിച്ചെങ്കിലും കർക്കശമായ നിയമങ്ങൾ മൂലം അദ്ദേഹത്തെ പുറത്താക്കി. എങ്കിലും 66-ാം വയസ്സിൽ മെത്രാനായി 13 കൊല്ലം തീഷ്ണതയോടെ ഭരിച്ച് 91-ാം വയസ്സിലാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി നിര്യാതനായത്. മരിയൻ മഹത്വങ്ങൾ ഉൾപ്പെടെ 111 പുസ്തകങ്ങൾ എഴുതി സഭയെ അനുഗ്രഹിച്ച വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.